ഹായ് എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചറിൽ വരുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ദർ ആർ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, ദാറ്റ് ആർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചാണ്. വാട്ട് ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? നമുക്ക് നോക്കാം. ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് ദി ന്യൂക്ലിയോൺസ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിനുള്ളിലെ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ആകുന്നു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയസിനുള്ളിലെ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ആകുന്നു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. അതായത് ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ആകുന്നു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നത്. ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആകുന്നു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നത്. ദ റേഞ്ച് ഓഫ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് 10⁻⁻15 മീറ്റർ, ദാറ്റ് ഈസ് ഫെർമി. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് എന്നത്, ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്ന റേഞ്ച് എന്നത് 10⁻⁻15 മീറ്റർ ആണ്. അത്രയും ഷോർട്ട് റേഞ്ചിലാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പിന്നെ മാസിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെ ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിട്ട് അത് ആക്ട് ചെയ്യില്ലേ? അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ചാർജസിനെ ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് കളർ ചാർജസിനെയാണ്. കളർ ചാർജസ് എന്ന് പറഞ്ഞാൽ ക്വാക്സ് ആണ്. പ്രോട്ടോണെയും ന്യൂട്രോണെയും നിർമ്മിച്ചിട്ടുള്ളത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ക്വാക്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ക്വാക്സിനെയാണ് കളർ ചാർജസ് എന്ന് പറയുന്നത്. ഈ കളർ ചാർജസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് പാർട്ടികളല്ല, അതൊരു ഫണ്ടമെൻ്റൽ പാർട്ടികളാണ്. എന്നാൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് അത് കോമ്പോസിറ്റ് പാർട്ടിക്കിൾസ് ആണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ക്വാക്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ക്വാക്സിനെയാണ് കളർ ചാർജസ് എന്ന് പറയുന്നത്. ഈ കളർ ചാർജസുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.